പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇടാൻ ഞാൻ തന്നെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് തുടങ്ങി. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണം. ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. അതിന് ഗുഡ് സൈഡ്സ് ഉണ്ട്, ആൻഡ് നമ്മളത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ അത് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ് us all dive in. അതായത് നമ്മുടെ ലൈഫിൽ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ മാറ്റിവെച്ചേക്ക്, മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എക്സാംസിന് വേണ്ടിയുള്ള പഠിത്തം, ഇത് രണ്ടും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ലേ? ഓക്കെ, റീടെസ്റ്റിനായിട്ട് കുറച്ച് നാളത്തേക്ക് പോസ്റ്റ്പോണ്ടോ പ്രീപോണ്ടോ ചെയ്യാം, പക്ഷേ അത് മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമുക്ക് എപ്പോഴും പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നുന്നത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് നോട്ട് എ ബാഡ് തിങ്. എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈഡ്. സോ ഫ്രെയിമിൽ കാണാത്ത രീതിയിൽ ടോപ്പിലേക്ക് പോകാൻ പറ്റും. ഇനി നെഗറ്റീവ് സൈഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമിൽ കാണാത്ത രീതിയിൽ താഴേക്കും പോകാൻ പറ്റും. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ തരാം. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഏതാണ്? നമ്മൾ റിലാക്സ് ചെയ്ത് മറ്റൊന്നും ആലോചിക്കാതിരിക്കുമ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ടൈം ഉണ്ടോ? നമ്മൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? സപ്പോസ് ഒരു 10 സെക്കൻഡ് ടൈം തരാം. ഈ 10 സെക്കൻഡ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കരുത്. ക്ലിയർ ഔട്ട് യുവർ ബ്രെയിൻ. ഓക്കെ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, ടൈംസ് അപ്പ്. ആരെങ്കിലും എന്തെങ്കിലും ആലോചിക്കാതിരുന്നോ? ഇല്ലല്ലോ, എല്ലാവരും എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിനകത്ത്. സോ നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ഇല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടിരിക്കും. ഓക്കെ, മെഡിറ്റേറ്റ് ചെയ്തൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ബട്ട് അതൊക്കെ കുറേ ടൈം എടുക്കും. നിങ്ങളിപ്പം അതേസമയം കുളിക്കാൻ പോകുന്ന സമയത്തൊന്നും ആലോചിച്ചു, നിങ്ങൾക്ക് ഷവർ തോട്ട്സ് വരും. ഈ തോട്ട്സ് വളരെ ചുരുക്കം തോട്ട്സ് ആയിരിക്കും, ഒരു സിമ്പിൾ തോട്ട് ആയിരിക്കും, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന സംഭവം തന്നെ ആയിരിക്കും, പക്ഷേ ഡീപ്പ് ആയിട്ടുള്ള തോട്ടായിരിക്കും. നോർമലി ഇപ്പോൾ വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളെക്കാട്ടിലും പിന്നെ ഒരു ഷവറിനകത്ത് പോയിരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് തോട്ട്സ് വരുന്നതെന്ന് അറിയാം. ആൾ മാറിയോ? പക്ഷെ അയാളുടെ ബ്രെയിനിൻ്റെ ലെവൽ ആ ഒരു സമയം, ആ മൈൻഡിൻ്റെ ലെവൽ ആ ഒരു സമയം വേരി ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ടിരിക്കും, നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ടിരിക്കും, നമുക്ക് അത്രത്തോളം ഡീപ്പായിട്ടും ക്രിയേറ്റീവായിട്ടും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഡീപ്പ് തോട്ട്സ് ബേസിക്കലി ഇറ്റ് ഇസ് ഓൾ ക്രിയേറ്റീവ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ എത്രത്തോളം ഇത് റിലാക്സ്ഡ് ആണോ അത്രത്തോളം ക്രിയേറ്റിവിറ്റി കൂട്ടി പോകാം. എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഹാൻഡിൽ ചെയ്യാനല്ല, ലൈഫിൽ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഇങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. അതിന് ക്രിയേറ്റീവായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആദി, ഞങ്ങളുടെ പഴയ സ്റ്റാൻഡേർഡിൽ. ആദി ഒരു സ്പോർട്സ്മാൻ ആണ്. അവൻ സ്പോർട്സ് കളിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിൻ്റെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ നമ്മുടെ PT സാർമാർ പറയുമല്ലോ, അവനെ 10 റൗണ്ട് ഓട് അല്ലെങ്കിൽ 2 റൗണ്ട് ഓട് വാമപ്പ്. ഈ പരിപാടി ആദിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. സോ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ നേരത്ത് സാറ് പറഞ്ഞു, മക്കളെല്ലാവരും ഒരു 2 റൗണ്ട് ഓട് ഗ്രൗണ്ടിൻ്റെ, എന്നിട്ട് നിങ്ങൾ വന്ന് ഫുട്ബോൾ കളിച്ചു. ആദ്യം പറഞ്ഞാൽ ഞാൻ ഓടത്തില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ മാറിയിരുന്നു. എല്ലാവരും 2 റൗണ്ട് ഓടി കളിച്ചു. ആദ്യം കയറി കളിച്ചു. ആദ്യം ഫുട്ബോളിൻ്റെ പീക്കിൽ നിൽക്കുന്ന ആളാണ്. ആദ്യം ഫുട്ബോളിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ലെഗ് ക്രാമ്പ് പിടിച്ച് ആദ്യം വീണു. എല്ലാവരും വിചാരിച്ചു ഇവനെന്ത് പറ്റി. പക്ഷേ ആദ്യം എണീക്കുന്നില്ല. അവൻ്റെ കാല് ഭയങ്കര ക്രാമ്പ് ചെയ്തു. അവന് പിന്നെ ചെന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയി എന്ത് പറ്റി. സാറ് ചോദിച്ചു, നീ വാമപ്പ് ചെയ്തില്ല? ആദ്യം എന്ത് പറയാൻ, അവൻ ചെയ്തില്ല. സോ സാറ് പറഞ്ഞു, ഇത് ഞങ്ങൾ വാമപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വാമപ്പ് വേണം. കാരണം എന്തൊരു ഇൻറ്റൻസ് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചെറിയ ലെവലിലുള്ള സാമ്പിളിങ് നമ്മൾ നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാട്ട് പാടുന്നവർ കണ്ടിട്ടുണ്ടോ? സിംഗേഴ്സ്, പ്രൊഫഷണൽ സിംഗേഴ്സ്, അവർ പാടുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ശ്രുതിയൊക്കെ പിടിച്ച് ചെറുതായി സാരിഗമയൊക്കെ ഒന്ന് പാടി നോക്കി എന്നിട്ട് അവർ പാടാൻ തുടങ്ങും. അതവർ 2 കാര്യങ്ങൾ നോക്കും. ഒന്ന് അവരുടെ പിച്ച് നോക്കും, അതല്ല നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. 2 അവരവരുടെ ത്രോട്ട് വാമപ്പ് ചെയ്യുക. അതാണ് നമ്മളെ ഇവിടുത്തെ പോയിന്റ്. സ്വന്തമായിട്ടൊന്ന് വാമപ്പ് ആവുന്നതാണ് മെയിൻ പോയിന്റ് ഇവിടുത്തെ. ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ അതായിട്ട് യൂസ് ചെയ്യും. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും, ബട്ട് യൂസ് ഇറ്റ് ആസ് എ വാമപ്പ്. ആ വാമപ്പ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പോസിറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. ബട്ട് നെഗറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്വിക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കണം. കുക്കിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ബട്ടർ ചിക്കൻ പഠിക്കണമെന്ന് പറഞ്ഞ് ബട്ടർ ചിക്കൻ നിങ്ങൾ കണ്ടു ആൻഡ് ഒരു സോങ് എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടു. എന്നിട്ട് നിങ്ങൾ കുക്കിംഗ് ചെയ്തു. ഇറ്റ് ഇസ് നോട്ട് ബാഡ് പ്രൊക്രാസ്റ്റിനേഷൻ, അത് നല്ല പ്രൊക്രാസ്റ്റിനേഷനാണ്, അതൊരു വാമപ്പാണ്. ബട്ട് നിങ്ങളോട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുവാണല്ലോ, ചെയ്യാതിരിക്കുന്നില്ലല്ലോ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം. കിച്ചണിൽ പോയി ഫോൺ എടുത്തു, റീൽ 3 മണിക്കൂർ റീൽ കണ്ടുകൊണ്ടിരുന്നു, വിശക്കുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി. അത് നെഗറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. സോ രണ്ടിലും വ്യത്യാസമുണ്ട്. എന്ത് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ കാര്യത്തിനും ഒരു വാമപ്പ് വേണം. So use procrastination as your warm up and use it positively. Procrastination നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷേ എല്ലാത്തിനും നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സൈഡിനെ കുറിച്ചും നമ്മൾ അവെയർ ആയിരിക്കണം. ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോസിറ്റീവ് സൈഡ്സ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നു. ആൻഡ് ഐ ഹോപ്പ് യു ക്യാൻ യൂസ് ദിസ് ടൂൾ ആസ് എ പവർഫുൾ വെപ്പൺ by mastering it. So till we meet again, this is Master signing off.